കാർ ലോൺ, ഹോം ലോൺ, പേഴ്സണൽ ലോൺ, ഈ ടെൻഷനൊക്കെ പോരാതെ മലയാളിയുടെ പുതിയ ടെൻഷനാണ് ഇപ്പം സഞ്ജു സാംസൺ വേൾഡ് കപ്പിൽ കളിക്കുവോ ഇല്ലയോ, ലെവനിൽ സ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ മലയാളികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ അല്ലേ. എന്നാൽ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, കളിക്കത്തില്ല. ഇന്നലത്തെ വാമപ്പ് മാച്ച് കണ്ടിട്ടുണ്ടാവും, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള വാമപ്പ് മാച്ചിൽ പിന്നെ സഞ്ജുവിന് പിന്നെ 11 ചാൻസ് കിട്ടില്ല, സഞ്ജുവിന് ബാറ്റിംഗ് കിട്ടിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ സൂര്യകുമാർ യാദവ് കൺഫേം ചെയ്ത് പറയുകയും ചെയ്ത് ഇഷാൻ കിഷൻ ആയിരിക്കും ഓപ്പണിംഗ് എന്നുള്ളത്. അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമല്ല. എല്ലാ ബാറ്റ്സ്മാൻമാരുടെയും ഒരു കരിയറിൽ ഉണ്ടാകുന്നതാണ് ഒരു ലീൻ പാച്ച് ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മുടെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നിർഭാഗ്യവശാൽ അത് ഈ വേൾഡ് കപ്പ് വന്ന് തലയിൽ കയറിയ സമയത്ത് ആയിപ്പോയി. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനിയും സഞ്ജുവിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അവസരമാണ് ഈ വരാൻ പോകുന്ന IPL അല്ലേ. സഞ്ജു എത്തിപ്പെടേണ്ട കറക്റ്റ് സ്ഥലത്താണ് വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലേ, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ. നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി കൂടെ രക്ഷപ്പെട്ട് തലവരെ മാറിയ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അല്ലേ. അവിടെ ചെന്ന് കളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് അവരവരുടെ തന്നെ സെക്കൻഡ് വേർഷനായിട്ട് നമ്മൾ പല പ്ലെയേഴ്സിനെ കണ്ടിട്ടുണ്ട് അല്ലേ. രവീന്ദ്ര ജഡേജ, ഷെയ്ൻ വാട്സൺ, പിന്നെ ഫാഫ് ഡു പ്ലെസി, ഇങ്ങനെ എത്ര എക്സാമ്പിൾ. റീസെൻ്റ്ലി പറയുമ്പോൾ നമ്മുടെ ആറച്ചാമി, ശിവം ഡൂബെ അല്ലേ. അപ്പം സഞ്ജു സാംസന് ഒരു വളരെ നല്ല അവസരമാണ്. അപ്പം ഈ IPL കഴിയുന്നതോടുകൂടി ഒരു പുതിയ വേർഷനായിട്ട്, സഞ്ജുവിൻ്റെ ഒരു പുതിയ വേർഷനായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതിന് നമുക്കിപ്പം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.